രാജ്യത്തിൻ്റെ അതിർത്തി സംരക്ഷിക്കുന്ന സേനകളിലൊന്നായ വായുസേനയിലും സാമ്പത്തിക അതിർത്തി സംരക്ഷിക്കുന്ന ഇന്ത്യൻ കസ്റ്റംസിലുമായി 36 വർഷം ഞാൻ യൂണിഫോം ഇട്ട ജോലിയിലായിരുന്നു. അക്കാലത്ത് പെൻഷൻ കിട്ടണമെങ്കിൽ കുറഞ്ഞത് 15 വർഷത്തെ സർവീസ് നിർബന്ധമായിരുന്നു. പിന്നീട് അത് 20 വർഷമാക്കി. സിയാച്ചിൻ, കാർഗിൽ, ലഡാക്ക് തുടങ്ങിയ അതിശൈത്യ പർവ്വത പ്രദേശങ്ങളിൽ ജോലി ചെയ്യുന്ന സൈനികർക്കും പെൻഷൻ കിട്ടണമെങ്കിൽ നിശ്ചിത കാലാവധി പൂർത്തിയാക്കിയേ പറ്റൂ. ചിലരൊക്കെ 15 വർഷത്തിന് മുൻപ് 13.5 വർഷത്തിലും 14 വർഷത്തിലും ചില കാരണങ്ങളാൽ സർവീസ് വിട്ടുപോയിട്ടുണ്ട്. അവർക്കൊന്നും പെൻഷൻ കിട്ടിയിട്ടില്ല. അതുപോലെ ഇപ്പോൾ 20 വർഷം പൂർത്തിയാക്കുന്നതിന് മുൻപ് ഇറങ്ങുന്നവർക്കും പെൻഷൻ കിട്ടണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഏതാനും മാസങ്ങളിലേക്ക് കുറവ് ചിലപ്പോൾ പരിഹരിച്ച് വിട്ടേക്കാം. ഇത് സർക്കാർ ജോലിക്കാരുടെ കാര്യം. എന്നാൽ ജനപ്രതിനിധികൾക്കും മന്ത്രിമാർക്കും 5 വർഷം കുത്തിയിരുന്നാൽ പെൻഷൻ കിട്ടും. അവരുടെ പേഴ്സണൽ സ്റ്റാഫിന് അതുപോലും വേണ്ട. 3 വർഷം കഴിഞ്ഞാൽ ആയുഷ്കാല പെൻഷൻ. അവരൊന്നും സർക്കാർ ഉദ്യോഗസ്ഥരല്ല താനും, താൽക്കാലിക സേവകരാണ് എന്ന് പറയാം. ഇതെന്ത് തോന്നിയാസമാണ്? MLA ആകാനും മന്ത്രിയാകാനും വിദ്യാഭ്യാസ യോഗ്യത വേണ്ട, പരീക്ഷയില്ല. പെൻഷൻ കിട്ടാൻ സർക്കാർ ജോലിക്കാർക്കുള്ള വ്യവസ്ഥകളൊന്നും ബാധകമല്ല. വിരമിക്കൽ പ്രായമില്ല. ഇതെന്ത് തോന്നിയാസമാണ്? അപ്പോൾ പറയൂ, ജനങ്ങളുടെ പണം കൊള്ളയടിക്കാൻ മാത്രം എഴുതി ഉണ്ടാക്കിയ ഇത്തരം നിയമങ്ങൾ ഭേദഗതി ചെയ്യണമെന്ന് ഇന്ന് വരെ ഒരു രാഷ്ട്രീയക്കാരനോ പാർട്ടിയോ ആവശ്യപ്പെട്ടിട്ടില്ല. കാരണം എന്താണ്? അവരെല്ലാം കൂടി അവർക്ക് നേട്ടമുള്ള ചില വകുപ്പുകൾ എഴുതി വച്ചിരിക്കുകയാണ്. ഭരണത്തിലായാലും പ്രതിപക്ഷത്തായാലും കട്ടുതിന്നാനും പിടിച്ചു പറിക്കാനും പാർട്ടി ഭേദമില്ലാതെ എല്ലാവർക്കും അവസരം കിട്ടുമല്ലോ. അതായത് ജനങ്ങളെ കൊള്ളയടിക്കുന്ന ആദ്യത്തെ വർഗം രാഷ്ട്രീയക്കാർ തന്നെയാണ് എന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ? കോവിഡ് കാലത്തെ കൊള്ളയടികളെ എങ്ങനെ മറക്കും? ജോലിയും സമ്പാദ്യവും നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് മടങ്ങിയ 10,000 ജനങ്ങളെ എയർപോർട്ടിൽ പിഴിഞ്ഞു, കോവിഡ് ടെസ്റ്റ് എന്ന പേരിൽ. വെറും 250 രൂപയ്ക്ക് ലാബുകളിൽ നടക്കുന്ന ടെസ്റ്റിന് നെടുമ്പാശ്ശേരി ഉൾപ്പെടെയുള്ള എയർപോർട്ടുകളിൽ 3000 രൂപ ആണ് ഈടാക്കിയത്. ആസൂത്രിതമായ കൊള്ളയടിയായിരുന്നു അത്. സർക്കാർ നിർദ്ദേശിച്ച ഇടങ്ങളിൽ മാത്രം ക്വാറന്റൈൻ ഏർപ്പെടുത്തി പണം ഈടാക്കി. ഭാര്യയും മകളുമൊത്ത് വിദേശത്ത് നിന്ന് വന്ന ഞങ്ങളെ ഡൽഹി എയർപോർട്ടിൽ തടഞ്ഞു നിർത്തി കോവിഡ് എന്ന് പറഞ്ഞ് വ്യാജ റിപ്പോർട്ടുണ്ടാക്കി 10 ദിവസം ക്വാറന്റൈനിൽ പാർപ്പിച്ചു. ഇനി പ്രത്യക്ഷമായൊരു പകൽ കൊള്ളയുടെ ചിത്രം നോക്കാം. പ്രധാനമന്ത്രിക്ക് പോലും ഇല്ലാത്തത്ര ശമ്പളവും പെൻഷനുമൊക്കെ വാങ്ങുന്ന PSC അംഗങ്ങളുടെ കാര്യം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ ചീഫ് സെക്രട്ടറിയാണ്. 2.25 ലക്ഷം രൂപ. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് 2 ലക്ഷത്തിലധികം ഉണ്ടെന്ന് തോന്നുന്നു. പ്രസിഡൻറ്റിന് 5 ലക്ഷവും. പക്ഷേ കൊള്ള മുതൽ പങ്കുവയ്ക്കുന്ന ആർത്തിയോടെയാണ് കേരളത്തിൽ PSC പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ അംഗത്വം വീതം വെച്ചെടുക്കുന്നത്. ചെയർമാൻ്റെ ശമ്പളം 4.5 ലക്ഷം രൂപ. അംഗങ്ങൾക്ക് ഏകദേശം 4.25 ലക്ഷം. അതായത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്ന ചീഫ് സെക്രട്ടറിയുടെ ഇരട്ടി ശമ്പളമാണ് PSCയുടെ ചെയർമാൻ. കൂടാതെ 1-ാം ക്ലാസ് യാത്രപ്പടി, പേഴ്സണൽ അസിസ്റ്റൻറ്റ്, ഡ്രൈവർ, വീട്ടുകാർക്കുൾപ്പെടെയുള്ള ചികിത്സാ സഹായങ്ങൾ തുടങ്ങിയ ആനുകൂല്യങ്ങൾ വേറെ. 6 കൊല്ലത്തെ സേവനത്തിന് ശേഷം 2.25 ലക്ഷം മുതൽ മുകളിലേക്ക് പെൻഷനും. കേരളത്തിലെ PSC അംഗങ്ങൾക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടേതിനേക്കാൾ ഇരട്ടി ശമ്പളം. ഇത് കൊള്ളയടിയല്ലേ? വിദ്യാഭ്യാസ യോഗ്യത പ്രശ്നമല്ല, രാഷ്ട്രീയ അഭ്യാസം മാത്രമാണ് യോഗ്യത. ജോലി ഭാരത്തെക്കുറിച്ചോ ടെൻഷനെക്കുറിച്ചോ നാളിതുവരെ ഒരു PSC അംഗവും പരാതിപ്പെട്ടിട്ടില്ല. ഇതുപോലെ 1,000 കോർപ്പറേഷനുകളിലും ബോർഡുകളിലും ചിലതെങ്കിലും നികുതിപ്പണം വിഴുങ്ങുന്നതല്ലാതെ നാടിന് യാതൊരു ഗുണവും ചെയ്യുന്നതല്ലെന്ന ആക്ഷേപവുമുണ്ട്. ആവശ്യത്തിലേറെയുള്ള മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് വേറെ. ഇത്തരം സംവിധാനങ്ങളൊന്നും ആവശ്യമില്ലെന്നല്ല. സർക്കാർ പരിരക്ഷയുള്ള അഴിമതി കേന്ദ്രങ്ങളായി അവ അധപ്പതിച്ചത് ജനം തിരിച്ചറിയണം. അല്ലെങ്കിൽ പുതുകേരളവും അഴിമതി വിരുദ്ധ പ്രോജക്റ്റ് സീറോയുമൊക്കെ ഹാസ്യ പരിപാടികളാകും. കഴിഞ്ഞ സർക്കാർ പാവങ്ങളോട് നടത്തിയ പരപീഠാരതിയായിരുന്നു 2025 ഫെബ്രുവരി 19 മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം. അതിലാണ് PSC അംഗങ്ങൾക്ക് 1.25 ലക്ഷം മുതൽ 1.5 ലക്ഷം വരെ ശമ്പളം വർദ്ധിപ്പിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചതായി അറിയിച്ചത്. 300 രൂപ പോലും തികച്ച് കൂലിയില്ലാതെ പണിയെടുക്കുന്ന ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് പുറത്ത് അന്നും കുത്തിയിരിപ്പുണ്ടായിരുന്നു. CPMൻ്റെ സമ്പന്നരായ തൊഴിലാളി നേതാക്കൾ ആ പാവപ്പെട്ട സ്ത്രീകളെ പുച്ഛിക്കുന്നുമുണ്ടായിരുന്നു. പക്ഷേ PSC അംഗങ്ങൾ ചോദിച്ചതിലേറെ പണം പിണറായി സർക്കാർ കൊടുത്തു. ആശമാർക്ക് ഒരു മാസം കൊടുക്കുന്നതിൻ്റെ 40 ഇരട്ടി PSCക്കാർക്ക് കൊടുക്കുന്നതിൽ ഒരനീതിയും തോന്നാത്ത പാവങ്ങളുടെ പാർട്ടിയുടെ തീരുമാനം സത്യത്തിൽ ആശമാരെ പുച്ഛിക്കുന്നതും ജനങ്ങളെ പരിഹസിക്കുന്നതുമായിരുന്നു. LDF സർക്കാർ ഭരണത്തിൽ തുടരരുതെന്ന് ഏറ്റവും അധികം ആളുകൾ തീരുമാനിച്ചതിൻ്റെ പ്രധാന കാരണം അതായിരുന്നിരിക്കാം. അതോടെ UDF അധികാരത്തിൽ വരുമെന്ന് ഉറപ്പായി. അവർ വരികയും ചെയ്തു. ഇന്നത്തെ മുഖ്യമന്ത്രി അന്ന് പ്രതിപക്ഷ സ്ഥാനത്തിരുന്ന് പറഞ്ഞ വാക്കുകൾ ഏതാണ്ട് ഇങ്ങനെയാണ്:
സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ ആശമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കാൻ പണമില്ലെന്ന് പറഞ്ഞ സർക്കാർ രാഷ്ട്രീയ നിയമനങ്ങളിൽ ധൂർത്ത് നടത്തുകയാണ്. PSC അംഗങ്ങളുടെ ഭീമമായ ശമ്പള വർധനയെ ന്യായീകരിക്കാൻ സർക്കാരിന് ധാർമ്മികമായി യാതൊരു അടിസ്ഥാനവുമില്ല. പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സതീശൻ, ഇപ്പോൾ താങ്കളുടെ ഊഴമാണ്. നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യത പോലും ആവശ്യമില്ലാത്ത രാഷ്ട്രീയ നിയമനത്തിൻ്റെ ധൂർത്ത് അവസാനിപ്പിച്ചുകൂടെ? ഇന്ത്യൻ പ്രധാനമന്ത്രിയേക്കാൾ ശമ്പളം വാങ്ങുന്ന അംഗങ്ങളുടെ എണ്ണത്തിലും ശമ്പളത്തിലും പെൻഷനിലും കുറവ് വരുത്തിക്കൂടെ? അഴിമതിയും പിൻവാതിൽ നിയമനവും ഒന്നും തടയാത്ത കേരള PSCയിൽ ചെയർമാൻ ഉൾപ്പെടെ 21 അംഗങ്ങളാണുള്ളത്. രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തും ഇത്രയുമില്ല. വിസ്തീർണത്തിൽ കേരളത്തിൻ്റെ 6 ഇരട്ടിയും ജനസംഖ്യയിൽ 7 ഇരട്ടിയുമുള്ള ഉത്തർപ്രദേശിൽ 9, മഹാരാഷ്ട്രയിൽ പരമാവധി 6 ആണെങ്കിലും നിലവിൽ 3, തമിഴ്നാട്ടിൽ 14, കർണാടകത്തിൽ 9 എന്നിങ്ങനെയാണ് PSC അംഗങ്ങൾ. കേന്ദ്രത്തിലെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിൽ പോലും പരമാവധി 11 പേരേയുള്ളൂ. അവിടെ ഉയർന്ന വിദ്യാഭ്യാസ പ്രൊഫഷണൽ യോഗ്യതയുള്ളവരെയാണ് അംഗങ്ങളാക്കുന്നത്. ഇവിടെ ഭരിക്കുന്ന കക്ഷികൾ തീരുമാനിക്കുന്നതാണ് യോഗ്യത. സർക്കാർ സർവീസിൽ 10 വർഷം സേവനം വേണമെന്ന ഒരു നിബന്ധന മാത്രമേ ഉള്ളൂ. നിയമനങ്ങൾ പേരിന് മാത്രമാവുകയും നിയമനത്തിൽ അഴിമതി നാറുകയും ചെയ്യുന്നുണ്ടെങ്കിലും 1755 ജീവനക്കാരുള്ള PSC കോടിക്കണക്കിന് രൂപയാണ് പ്രതിമാസം ചെലവിടുന്നത്. മുൻപൊക്കെ 50 വയസ്സിന് മുകളിലുള്ളവരെയായിരുന്നു PSC അംഗങ്ങളായി നിയമിച്ചിരുന്നത്. ഇപ്പോൾ രുചി അങ്ങ് പിടിച്ചുപോയി. ഒരു ഇടത് വനിതാ നേതാവിനെ അംഗമാക്കിയത് 30-ാം വയസ്സിലാണ്. 36 വയസ്സ് തികയുമ്പോൾ അവർക്ക് 2.25 ലക്ഷം രൂപ പെൻഷൻ കിട്ടും. അതായത് കേരളത്തിലെ ചീഫ് സെക്രട്ടറി വാങ്ങുന്ന ശമ്പളത്തോളം 36-ാം വയസ്സിൽ ഒരാൾക്ക് പെൻഷൻ കിട്ടും എന്നർത്ഥം. ഇടത് വസന്തകാലത്തെ പിൻവാതിൽ നിയമനങ്ങളും കണക്കിലെടുത്താൽ നേതാക്കൾക്ക് ആശമാരോട് പുച്ഛം തോന്നിയതിൽ അതിശയമില്ല. UDFിലും പുതിയ PSC അംഗങ്ങളുടെ വീതം വയ്പ് അണിയറയിലായിരിക്കാം. സർക്കാരിൻ്റെ ഈ നറുക്കെടുപ്പില്ല ലോട്ടറിയുടെ പണക്കിഴി വേണ്ടെന്ന് വയ്ക്കൽ ഒട്ടും എളുപ്പമല്ല. പക്ഷേ ചാരിത്ര്യ പ്രസംഗങ്ങൾക്ക് പകരം ചരിത്രമാറ്റത്തിന് ഈ സർക്കാർ തയ്യാറുണ്ടോ എന്നതാണ് ചോദ്യം. PSC പരീക്ഷ പോലെ അല്ല, ഉത്തരം നോക്കുവോളം ചോദ്യം ഹാജരുണ്ടാവും. ഈ അവതരണത്തിലെ കുറേ ഭാഗങ്ങൾ ദീപിക പത്രത്തിലെ എഡിറ്റോറിയലിൽ നിന്ന് കടം കൊണ്ടതാണ് എന്ന് നന്ദിയോടെ അറിയിക്കുന്നു.